ജെറുസലേമിലേക്കുള്ള ക്രിസ്തുവിന്റെ വരവിന്റെ സ്മരണ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഓശാന പെരുന്നാൾ ആചരിക്കുകയാണ്. പള്ളികളിൽ ശുശ്രൂഷകൾക്ക് തുടക്കമായി കുരുത്തോല പ്രദക്ഷിണം ഉൾപ്പെടെയുള്ള ചടങ്ങുകളാണ് ഓശാനയിലെ പ്രധാന ചടങ്ങുകൾ. തിരുവനന്തപുരം സെന്റ് മേരീസ് കത്തീഡ്രലിൽ കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമിസ് കാത്തോലിക്ക ബാവ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുകയാണ്. കോട്ടയത്ത് മണർകാട് പള്ളിയിൽ ബസേലിയോസ് ജോസഫ് കത്തോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ. കോട്ടയം വാഴൂരിൽ ഓർത്തഡോക്സ് സഭാധ്യക്ഷന്റെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി പള്ളികളിൽ നിന്ന് നമ്മുടെ റിപ്പോർട്ടർമാർ തത്സമയം ചേരുന്നു. സുനിഷ അയ്യല്ലൂർ, സജോ ദേവസ്യ, എ അഭിലാഷ്, അർജുൻ മട്ടന്നൂർ, അഞ്ജന അനിൽകുമാർ എന്നിവരാണ് നമുക്കൊപ്പം ആദ്യം ഈ പ്രഭാതത്തിൽ ഓശാന ഞായർ കുരുത്തോല പെരുന്നാൾ ദിനം തത്സമയം ചേരുന്നത്. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും ഈ കുരുത്തോല പെരുന്നാൾ ആശംസകൾ. ഇടപ്പള്ളി തോപ്പിൽ മേരി ക്വീൻ പള്ളിയിൽ നിന്നും സജോ ദേവസ്യ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കുഞ്ഞുങ്ങളടക്കം വിശ്വാസികൾ കയ്യിൽ കുരുത്തോലയുമായി ഓശാന പെരുന്നാൾ പ്രദക്ഷിണം നടത്തുന്നതിന് തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. ഇടപ്പള്ളിയിൽ നിന്നും സജോയുണ്ട്. സജോ, വെരി ഗുഡ് മോർണിംഗ്. സജോ, വെരി ഗുഡ് മോർണിംഗ്. സുനിഷ, വെരി ഗുഡ് മോർണിംഗ്. അർജുൻ മട്ടന്നൂർ, വെരി ഗുഡ് മോർണിംഗ്. എ അഭിലാഷ്. ആദ്യം ഞാൻ സജോയിലേക്ക്. സജോ, ഇടപ്പള്ളിയിൽ പള്ളിയിലെ ഓശാന പെരുന്നാൾ, ഓശാന ഞായർ കുരുത്തോല പെരുന്നാൾ ചടങ്ങുകൾ എങ്ങനെ പുരോഗമിക്കുന്നു? ഡോക്ടർ അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. ഞാൻ നിൽക്കുന്നത് ഇടപ്പള്ളി തോപ്പിൽ മേരി ക്വീൻസ് പള്ളിയിലാണ്. ഇവിടെ ഓശാന ഞായർ തിരുക്കർമ്മങ്ങൾ പുരോഗമിക്കുകയാണ്. സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലാണ് തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തെ അനുസ്മരിച്ചുകൊണ്ട് ഓശാന ദിനം ആചരിക്കുകയാണ്. ഓശാന ഞായർ അല്ലെങ്കിൽ ഓശാന പെരുന്നാൾ ആചരിക്കുകയാണ്. ഇനി അങ്ങോട്ടേക്ക് വലിയ ആഴ്ചയ്ക്ക് കൂടി, അതായത് ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച് വലിയ ആഴ്ച അഥവാ വിശുദ്ധ വാരത്തിലേക്ക് കൂടി പ്രവേശിക്കുകയാണ്. ഓശാന ഞായർ, അത് കഴിഞ്ഞ് അന്ത്യത്താഴത്തിന്റെ സ്മരണ പുതുക്കുന്ന പെസഹ, കുരിശുമരണം, പിന്നീട് ഉയർപ്പിന്റെ സ്മരണ പുതുക്കുന്ന ഈസ്റ്റർ എന്നിങ്ങനെ ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ആഴ്ചയിലേക്കുള്ള പ്രവേശനം കൂടിയാണ് ഓശാന പെരുന്നാൾ എന്നത് എടുത്തു പറയേണ്ടതാണ്. സിറോ മലബാർ സഭ അധ്യക്ഷൻ ഇടപ്പള്ളിയിലെ തോപ്പിൽ പള്ളിയിലാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. അതേസമയം സിറോ മലബാർ സഭയിലെ കുർബാന തറക്കം അടക്കമുള്ള കാര്യങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. അതുകൊണ്ട് എറണാകുളത്തെ സെന്റ് മേരീസ് ബസിലിക്ക പള്ളിയിൽ പ്രാർത്ഥനാ ചടങ്ങുകളില്ല. അതിന് പകരം സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. സഭാധ്യക്ഷൻ ഇടപ്പള്ളിയിലെ തർക്കമില്ലാത്ത പള്ളിയിലാണ് വന്നിരിക്കുന്നത് എന്നതുകൂടി ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമായി പറയുന്നു. ഒപ്പം വലിയ വിശ്വാസികളുടെ വലിയ പങ്കാളിത്തം എല്ലാ ഇടങ്ങളിലെയും, അതായത് രാവിലെ 6 മണി മുതലാണ് മിക്കവാറും ഇടങ്ങളിൽ വിശുദ്ധ വാര തിരുക്രമങ്ങൾ, പ്രത്യേകിച്ച് ഓശാന ഞായർ തിരുക്രമങ്ങൾ ആരംഭിച്ചത്. കുരുത്തോല പ്രദക്ഷിണം ആണ് ഇതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. അതായത് ഓശാന ഞായർ ആചരണത്തിന്റെ ഭാഗമായി കുരുത്തോലകൾ ഏന്തിയുള്ള പ്രദക്ഷിണം യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശന സമയത്ത് ഒലിവിൻ ജില്ലകളും ജൈവിളികളും ഒക്കെയായി എതിരേറ്റതിന് അനുസ്മരിച്ചുകൊണ്ടാണ് കുരുത്തോലകൾ ഏന്തിയുള്ള പ്രദക്ഷിണം. ചിലയിടങ്ങളിൽ കാലാവസ്ഥ പ്രതികൂലമായിരുന്നു. എറണാകുളത്തും രാവിലെ മുതൽ നല്ല മഴയുണ്ടായിരുന്നു മിക്കവാറും ഇടങ്ങളിൽ. അതേസമയം കാലാവസ്ഥ പ്രതികൂലമല്ലാത്ത ഇടങ്ങളിൽ കുരുത്തോല പ്രദക്ഷിണം നടന്നു. എല്ലാ ഇടങ്ങളിലും വിശ്വാസികളുടെ വലിയ പങ്കാളിത്തമുണ്ട്. കാരണം വിശുദ്ധ വാരം നോമ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. അങ്ങനെ പ്രാർത്ഥനകളുമായി വിശ്വാസി സമൂഹം ഇവിടെയുള്ള മിക്കവാറും എല്ലാ പള്ളികളിലും വിവിധ സമയങ്ങളിൽ സുന്ദരമായ കാഴ്ചയാണ്. കൊച്ചു കുഞ്ഞുങ്ങളടക്കം കുരുത്തോല കൈ പിടിച്ച് ഇങ്ങനെ തത്തി നടക്കുന്ന കാഴ്ചയുണ്ട്. ഈ വാർത്താ പ്രഭാതത്തിലെ സുന്ദരമായ കാഴ്ചകളിലൊന്നാണ്. കൊച്ചിയിൽ പക്ഷേ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. രാവിലെ, ഇന്നലെ രാത്രി, ഇന്ന് പുലർച്ചയോടുകൂടി നല്ല മഴയാണ് കൊച്ചിയിൽ കിട്ടിയത്. അതുകൊണ്ട് കൊച്ചിയിൽ കുരുത്തോല പ്രദർശനത്തിന് മഴ ഒരു ചെറിയ തടസ്സമാണ്. പക്ഷേ പള്ളിക്കുള്ളിലെ ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്.